ഹായ് ഫ്രണ്ട്സ്. വിവാഹം കഴിഞ്ഞ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ഭർത്താക്കന്മാരുടെ ചില ചിന്താഗതികളുണ്ട്. ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും അവരുടെ ഭർത്താവ് വിവാഹശേഷം അവരുടേതായ എല്ലാ കാര്യങ്ങളിലും താങ്ങും തുണയും, വിവാഹശേഷം അവരനുഭവിച്ചിരുന്നതായ സന്തോഷം, സ്വാതന്ത്ര്യം ഇതെല്ലാം അവർക്ക് വിവാഹശേഷവും കിട്ടണം എന്നവരാഗ്രഹിക്കും. എന്നാൽ ചില ഭർത്താക്കന്മാരുടെ ചിന്താഗതിയാവട്ടെ, ചില ഭർത്താക്കന്മാർ പറയും, ഞാൻ അവൾക്ക് ജോലി ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതായത് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ചില ഭർത്താക്കന്മാർ പറയും, ഞാൻ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടല്ലോ, പിന്നെ അവൾക്ക് എന്തിൻ്റെ കുറവാണെന്ന് ചോദിക്കും. ചില ഭർത്താക്കന്മാർ പറയും, ഞാൻ അവൾ ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങി കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ചില ഭർത്താക്കന്മാർ പറയും, ഞാൻ അവളെ ഔട്ടിങ്ങിന് കൊണ്ടുപോകാറുണ്ട്, ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകാറുണ്ട്, വിനോദയാത്രകൾ പോകാറുണ്ട്, അങ്ങനെയുള്ള മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം പറയും. എന്നാൽ ഇതെല്ലാം കൊണ്ട് ഒരു ഭാര്യ സംതൃപ്തിയാകുമോ എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ ഓരോ ഭാര്യമാരോടും ചോദിച്ചാൽ അറിയാം നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന്. ഭർത്താവ് വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റു പുരുഷന്മാരിൽ നിന്ന് അവളെ സംരക്ഷിക്കുന്നതാണ് ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ചിലർ വിചാരിക്കും ജോലി ചെയ്ത് കൊടുക്കേണ്ടതാണ് ഉത്തരവാദിത്വമെന്ന്. പക്ഷേ ഇതെല്ലാം ചേർന്നതാണ് ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ചില ഭർത്താക്കന്മാർ വിചാരിക്കും ഭാര്യമാർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ വഴിതെറ്റിപ്പോകും, ഭാര്യമാർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമില്ല, പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമില്ല, പുരുഷന്മാർക്ക് മാത്രമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമുള്ളത്, സ്ത്രീ വീട്ടിനകത്ത് അടങ്ങിയിരിക്കേണ്ടവളാണ്, അവൾ പുറത്തിറങ്ങിയാൽ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടും. ഇങ്ങനെ അപ്പോൾ അവർ ഒളിച്ചു ഓടാനുള്ളൊരു സാഹചര്യം ഭർത്താക്കന്മാരാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരെ വീട്ടിൽ പിടിച്ചിരുത്തിയാലും അവർ ഒളിച്ചോടും, അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താലും ഒളിച്ചോടും. അതായത് ഒളിച്ചോടേണ്ടവരെ ഒളിച്ചോടൂ എന്ന് എല്ലാ ഭർത്താക്കന്മാരും മനസ്സിലാക്കുക. എല്ലാ ഭാര്യമാരും ഒളിച്ചോടുന്നവരല്ല. അതുകൊണ്ട് മറ്റുള്ള സ്ത്രീകൾ ചെയ്യുന്നത് വെച്ചിട്ട് നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ആ ഒരു അളവുകോലിൽ കാണരുത് എന്ന് ഞാൻ എല്ലാ ഭർത്താക്കന്മാരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ഫേസ്ബുക്കിലൊരു ഫ്രണ്ടിനോടായാലോ അല്ലെങ്കിൽ പുറത്തൊരാണിനോട് സംസാരിച്ചാൽ എൻ്റെ ഭാര്യയുടെ മാനം പോയി, അവൾ ചീത്തയാണ്, അവളെ അഴുക്കയാണ്, അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കരുതുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. അവരെ എനിക്ക് മനോരോഗികളെന്നേ പറയാനും പറ്റുള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ ഭർത്താവും ഭാര്യയും ഒന്നും ഫേസ്ബുക്ക് ഉപയോഗിക്കരുത്. ഭർത്താവിന് എന്തുവാകാം, ഭാര്യയ്ക്ക് മാത്രം ഇതൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ചില ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുടെ ഇഷ്ടങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ച് അതെല്ലാം നോക്കുന്നവർ. അത്ര ശീലാവതിയാവാൻ മനസ്സുകൊണ്ട് തെറ്റ് ചെയ്യുന്നതിനേക്കാളും, മനസ്സുകൊണ്ട് പാപം ചെയ്യുന്നതിനേക്കാളും, മനസ്സുകൊണ്ട് മറ്റൊരു പുരുഷനെ മോഹിക്കുന്നതിനേക്കാളും നല്ലത് ഉള്ളത് തുറന്നു പറഞ്ഞ് ആത്മാർത്ഥമായി ജീവിക്കുന്നതിനോട് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ദയവായി കമൻറ്റ് ചെയ്യുക. എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭർത്താവായിരിക്കണം, സഹോദരനായിരിക്കണം, അച്ഛനായിരിക്കണം, അമ്മയായിരിക്കണം, മകളായിരിക്കണം, മകനായിരിക്കണം, ഒരു നല്ല കാമുകനുമായിരിക്കണം. ഒരു വിവിധങ്ങളായ റോള്, തിരിച്ച് ഭാര്യയുടെ കടമയും അത് തന്നെയാണ്. എല്ലാ റോളിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഒരു ഭർത്താവിൻ്റെ കടമ. അതുപോലെ തന്നെയാണ് ഭാര്യയുടെയും. അല്ലാതെ ജോലി ചെയ്ത് തരുന്നതോ പിന്നെ മറ്റു പുരുഷന്മാർ നമ്മളെ സൈറ്റടിക്കുന്നതും കണ്ണ് കാണിക്കുന്നതും നമ്മളെ കമൻറ്റ് പറയുന്നതും വിലക്കുന്നതോ അതൊന്നും മാത്രമല്ല. ഒരു ഭർത്താവ് ഒരു ഓൾറൗണ്ടർ ആയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ വിശ്വാസവും. നിങ്ങളുടെ വിശ്വാസവും അത് തന്നെയാണോ എന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ പല ദാമ്പത്യങ്ങളും ഈ സീരിയൽ നടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 6-7 വർഷം കഴിയുമ്പോൾ തന്നെ അവരൊക്കെ ഡിവോഴ്സാവും. ചില ഭ്രാന്തന്മാരുണ്ട്, ഒരു സിനിമാ നടിയെ സ്വന്തമായ ഒരു വ്യക്തിത്വം ഇല്ലാത്തവരാണ്. ഒരു സിനിമാ നടിയെ, സീരിയൽ നടിയെ കല്യാണം കഴിക്കുമ്പോൾ കുറച്ച് ഫേമസ് ആവും. ആ ഫേമസ് കൊണ്ട് അവർക്ക് അടുത്ത് നല്ലൊരു ജീവിതം കിട്ടും. ഒരു സിനിമാ നടിയുടെ ഭർത്താവല്ലേ, അവരെ കെട്ടാൻ പെണ്ണുങ്ങൾക്ക് ഇത്തിരി ഒരു ക്യൂ ആണ്. അപ്പോൾ അതിനുവേണ്ടി വരുന്ന ചിലരുണ്ട്. ഈ സിനിമാ നടികളെ കെട്ടുന്ന മിക്കവരും അവരെ അവസാനം വരെ വേണം എന്ന് വിചാരിച്ചിട്ടല്ല, അവരെ അല്ലാതെ കിട്ടാത്ത നടികളെ, ഇപ്പോൾ പുറകെ പോയ കിട്ടാത്ത നല്ല നടികളെ കല്യാണം കഴിക്കുക അവർ. പക്ഷേ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉപേക്ഷിക്കും. ഇത് കെട്ടാതെ അവരെ ചതിക്കുന്നതിന് തുല്യം തന്നെയാണ് കെട്ടിയിട്ട് ചതിക്കുന്നത്. ഇപ്പോൾ അതാണ് ഫാഷൻ എന്ന് എനിക്ക് തോന്നുന്നു. കെട്ടിയിട്ട് 4-5 വർഷം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെയും കൊടുത്തിട്ട് ഉപേക്ഷിച്ചിട്ട് പോവുക. എന്നിട്ട് സിനിമാ നടികൾ, സീരിയൽ നടികളും അല്ലേ, അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും, കുറേ ഗോസിപ്പ് വരും. ഇതിലേതെങ്കിലും ഒന്ന് അവർക്കൊരു ആയുധമായിട്ട് എടുക്കാം. ഈ അടുത്ത സമയത്ത് വീണ നായരുടെ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് അത് തന്നെയാണ്. ആദ്യം ഭർത്താവിനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഭാര്യയെ മനസ്സിലാക്കുക
മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ നേടിയെടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ വിവാഹം കഴിക്കുക. അല്ലാതെ ചാടിക്കേറി വിവാഹം കഴിച്ചിട്ട് തീരുമാനിക്കാനുള്ളതല്ല, കളയാനുള്ളതല്ല നമ്മുടെ ലൈഫ്. ഒരു രണ്ടാം കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് വിദേശികളെ പോലെ, വിദേശ രാജ്യങ്ങളിലുള്ളവരെ പോലെ നമ്മളും 1, 2, 3, 4 എത്ര വിവാഹം കഴിക്കാനും നമുക്ക് ഒരു മടിയില്ലാതായിരിക്കുന്നു. പക്ഷെ അതിന് പറ്റാത്ത ചിലരൊക്കെ ഈ ഭൂമിയിലുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഒളിച്ചോടാൻ പറ്റാത്തവരുണ്ട്, ഭർത്താവിനോട് വിശ്വസ്ത പുലർത്താൻ പറ്റാത്തവരുണ്ട്, പുലർത്താൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാൻ, ഒരാളോട് സംസാരിച്ചാൽ പോകുന്നതല്ല അവളുടെ മാന്യത, അവളുടെ അന്തസ്സ്, അവളുടെ ആത്മാർത്ഥത എന്ന് മനസ്സിലാക്കാൻ എല്ലാ ഭർത്താക്കന്മാർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.